ഹലോ ഫ്രണ്ട്സ്, എനിക്ക് ഭയങ്കര ചൂടുകുരുണ്ട്. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് എനിക്ക്. എൻ്റെ ശരീരം മൊത്തം ചൂടുകുരു നിറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇവിടെ മട്ടാഞ്ചേരിയിൽ ജോലി ചെയ്യാണ്. പക്ഷേ എന്നാലും ചൂട് സഹിക്കണില്ല എനിക്ക്. വെളിയിലിറങ്ങിയാലുള്ള എൻ്റെ അവസ്ഥ ഞാനിപ്പോൾ ആലോചിക്കുക. എൻ്റെ ശരീരം മൊത്തം മുതുകൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോണ്ടല്ലോ മണലിൽ തൊടും പോലെയാണ്. തൽക്കാലം ഞാൻ എൻ്റെ കയ്യും കാലൊക്കെ കാണിച്ചു തരാം ഞാൻ എത്രമാത്രം ഇവിടെ ചൂടുകുരു കൊണ്ട് കഷ്ടപ്പെടുന്നുണ്ടെന്ന്. കാരണം ഞാൻ വന്നിട്ട് ഒരു വർഷമല്ലേ ആകുന്നുള്ളൂ കുവൈറ്റിൽ നിന്ന്. അവിടുത്തെ ക്ലൈമറ്റിൽ ഈ 10-15 വർഷം ഇരുന്നിട്ടേ ഇപ്പോൾ ഈ ചൂട് എനിക്ക് സഹിക്കണില്ല. ഭയങ്കര ചൊറിച്ചിലും എല്ലാമാണ്. അപ്പം ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ ശരീരം. വേണ്ട ഇതേപോലെയാണ് മുതുകിലൊക്കെ ചൂടുകുരു ഉള്ളത് കേട്ടോ. അത് കണ്ട, ഇതൊക്കെ മാന്തി മാന്തി ഞാനേ മുതുക് ചൊറിയുമ്പോൾ എന്താ ചെയ്യണമെന്നറിയോ? ചുമരിൻ്റെ കോണുണ്ടല്ലോ, ആ കോണിൽ വെച്ച് ഞാൻ വരയ്ക്കലാണ്. ഇത് കണ്ട എൻ്റെ ചൂടുകുരുകളിതാ. കൈകാലൊക്കെ അങ്ങനെ കുനാന്ന് ഈ ചൊറിച്ചിൽ വന്ന പോലെ വേണ്ട. വലത് കൈ എല്ലാം അങ്ങനെ തന്നെയാണ്. കണ്ട, കുനുകുനാന്ന് നിറഞ്ഞിട്ടുണ്ട്. എന്ത് പാല് കുടിച്ചിട്ടും കാര്യമില്ല, മോര് കുടിച്ചിട്ടും കാര്യമില്ല. വാട്ടർ മിലനൊക്കെയാണ് കഴിക്കുന്നത്, എന്നാലും ഉണ്ട് നിറച്ച്. മുതുകിലൊക്കെ ഉണ്ട്. മുഖത്തൊക്കെ വരുന്നേ ഉള്ളൂ. കണ്ട, എൻ്റെ വയറ്റിലൊക്കെ ഉണ്ട്, മുതുകിലൊക്കെ ഉണ്ട്. ഓക്കെ, കാലിൽ കാലൊക്കെ അപ്പടി ചൂടൂര് നിറഞ്ഞിട്ടേ. ദയവ് ചെയ്ത് ആരും ഉച്ച നേരത്തൊന്നും പുറത്തു പോകരുത്. ജോലിക്ക് പോകണവർ എന്താ ചെയ്യുക? ജോലിക്ക് പോയാലേ ജീവിച്ചല്ലേ പറ്റുള്ളൂ. കണ്ട, ഇത് അതുപോലെയൊക്കെ മുതുകിൽ നിറച്ചുണ്ട്. മണലിൽ തൊടുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഭയങ്കര ചൂടുകുരുവാണ്. ചൊറിഞ്ഞ് ചിലപ്പോൾ അങ്ങനെ ഭയങ്കര ചുവപ്പ് കളറായിരിക്കും മാന്തിയിട്ട്. ഇപ്പോൾ അതാ കുറച്ച് വേണ്ടില്ല. ഞാൻ കുളിച്ച് വന്നേ ഉള്ളൂ. കുളിച്ച് വന്നിട്ട് ഇത്തിരി ബോഡി ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് കണ്ട, ചൂടുകുരു കണ്ട, അപ്പടി ചൂടുകുരുവാണ്. ഇനി ആൾക്കാർ ഇതെന്താ തുടയൊക്കെ കാണിച്ചു തരുന്നതെന്ന് വിചാരിച്ച് പൊങ്കാലി ഇടാൻ വരണ്ട. ഞാൻ ഈ ചൂടുകുരു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ട, എല്ലാവിടെയും കാലിൻ്റെ അടിയൊക്കെ കണ്ട, ആ മടക്കിൻ്റെ അവിടെയൊക്കെ കട്ടിയിലിങ്ങനെ വാരി വെച്ചിരിക്കുന്നു. ചൂടുകുരു സാധനം ഇത്തിരി ഉള്ളെങ്കിലും ഇതൊരു അപാര ചൂടുകുരുവിൻ്റെ ചൊറിച്ചിൽ അപാരം തന്നെ. മനസ്സിലായോ? സാധാരണ ചൊറിച്ചിൽ പോലെയല്ല ഇത്. അപ്പോൾ ഇതാണ് എൻ്റെ മുഖത്തൊക്കെ എല്ലാവിടെയും കുറച്ച് വന്നിട്ടുണ്ട്. കുറച്ച് മുഖത്തൊക്കെ വന്നിട്ടുണ്ട്. നെറ്റിയിൽ ഉണ്ട് കണ്ട, നെറ്റിയിൽ ഇത് അവിടെയൊക്കെ ചൂടുകുരു ആയിട്ടുണ്ട്. ഇനി ഇവിടെ അത് മുഖത്തും വരുന്നുണ്ട്. നൈസലൊക്കെ വാങ്ങിയിട്ട് ഇടണം. പക്ഷേ ഇവിടെ റൂമിൻ്റെ ഉള്ളിൽ അമ്മനെ നോക്കുന്നത് 2nd ഫ്ലോറിലാണ് താമസിക്കുന്നത്. ഇവിടുത്തെ അമ്മനെ നോക്കണതേ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ വയ്യ. അപ്പോൾ മേലൊക്കെ ഭയങ്കര ചൊറിച്ചിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കുക. പഴഞ്ചോറ് രാവിലത്തെ മോരും തൈരും ഒഴിച്ച് നല്ല കാന്താരി മുളകും ചുവന്നുള്ളി കരുവേപ്പില പച്ചമുളകെല്ലാം ഇട്ട് ഞെരടിയിട്ട് പഴഞ്ചോറ് കഴിക്കുക. എനിക്ക് ഷുഗറുള്ള കാരണം പഴഞ്ചോറൊന്നും കഴിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമാണ്. പിന്നെ മോരും വെള്ളം, പിന്നെ നാരങ്ങ വെള്ളം, പിന്നെ വാട്ടർ മിലൻ, പിന്നെ എന്താണ് പഴങ്ങൾ കൂടുതൽ കഴിക്കുക. ഭക്ഷണങ്ങൾ കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. കഴിയുന്നതും പുറത്തിറങ്ങാതെ ഒരു 4-5 മണിയാകുമ്പോൾ സൂര്യൻ്റെ ചൂട് കുറയുമ്പോൾ ഒന്ന് പുറത്തിറങ്ങിയാൽ മതി. ഒരുപാട് അപകടങ്ങൾ വരാനുള്ള ചൂട് ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം ഇന്ത്യയിലത്തെ ഈ വേനൽക്കാല ചൂട് ഞാൻ കൊള്ളുന്നതാണ്. ഒരു 10-15 വർഷമായിട്ടുണ്ടാവും ഞാൻ ഈ വേനൽക്കാലത്തെ ചൂട് കൊള്ളുന്നില്ല. ഇതിപ്പോൾ 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ഈ ചൂട് കൊള്ളുന്നത്. അതുകൊണ്ടായിരിക്കണം എൻ്റെ ശരീരവും അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വർഷം കഴിഞ്ഞ് അടുത്ത വർഷമാകുമ്പോഴേക്ക് ശരിയാകുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ചൂടുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ മനസ്സിനുണ്ട്. ശരീരത്തിനും തീരെ സുഖം തോന്നുന്നില്ല, മനസ്സിന് ഒട്ടും സുഖമില്ല, വിഷമങ്ങളാണ്. എല്ലാവർക്കും, എന്നെ അറിയുന്ന എല്ലാവർക്കും അറിയാൻ തോന്നുന്നു എന്താണെന്ന്. മനസ്സും വല്ലാതെ കരയുന്നുണ്ട്, വല്ലാത്ത വിഷമങ്ങളുണ്ട്.
കാരണം ഈ പ്രായത്തിലും ഒരു 10 ദിവസമെങ്കിലും വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സന്തോഷമായി ഇരിക്കണമെന്ന് പറയാൻ എനിക്ക് എന്താ പറയുക, എല്ലാം ഞാൻ വരുത്തി വെച്ചതാണ്. 1, 2, ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് എൻ്റെ മകൻ നഷ്ടപ്പെട്ടത് തന്നെയാണ്. പണം നമ്മൾ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, പക്ഷേ നഷ്ടപ്പെട്ടു പോയ മകൻ ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ. അതുകൊണ്ട് പണിയെടുത്താലല്ലേ ജീവിക്കാൻ പറ്റും. എനിക്ക് ആരിൻ്റെയും സമ്പാദ്യത്തിൽ കഴിയാൻ താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. സ്വന്തമായിട്ട് അധ്വാനിച്ച് ആ പൈസ കൊണ്ട് സാധനങ്ങൾ വാങ്ങി ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ച് ഞാനെടുത്ത് കുടിക്കുന്ന വെള്ളം എന്നിട്ട് മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ദൈവം എന്ത് നിശ്ചയിച്ചിരിക്കുന്നു, എങ്ങനെ മരിക്കും, എവിടെ വെച്ച് മരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം ഭഗവാന്റെ കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ ഒരു വലിയ നമസ്കാരം. ഓക്കെ.